ചരിത്രം ക്രമേണ കീർത്തിച്ചിടുന്നതീ ശ്രേഷ്ഠമാം ഭാരതേ, കീർത്തിച്ചിടുന്നതീ ശ്രേഷ്ഠമാം ഭാരതേ. ഭജഭവ ഭയാപഹം ഭാനുകോടി പ്രഭം ശ്രേഷ്ഠ ഭാരതേ, ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ആചാര്യവന്ദനം. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ. സ്വാഗതം സർ. സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സർ. സ്വാഗതം. സ്വാഗതം ചെയ്യാം ശ്രീ രാഹുൽ ഈശ്വർജി. സ്വാഗതം. ഇന്നലത്തെ അതേ സ്കൂളുകൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ടീം എ, സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂൾ, ആലപ്പുഴ. ഭാരതീയ വിദ്യാഭവൻ, ചേവായൂർ. നമുക്ക് തുടങ്ങല്ലേ? രണ്ടാൾക്കാരും, ടീം എയും ബിയും അല്ലെ? ഇതാണ് ക്വസ്റ്റ്യൻ. ആഠ്യനായാലും ദരിദ്രനായാലും ദോഷയുക്തനായാലും ദോഷരഹിതനായാലും ഉത്തമമായ ആശ്രയമായിട്ടുള്ളത് അവനാണ്. ഉത്തമമായ ആശ്രയമായി സുഗ്രീവൻ കാണുന്നത് ആരെയാണ്? എ, സഹോദരനെ, ബി, സ്നേഹിതനെ, സി, മന്ത്രിയെ, ഡി, പുത്രനെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആശ്രയമായിട്ട് സുഗ്രീവൻ കാണുന്നത് മന്ത്രിയെ. മന്ത്രിയെ. ഓക്കെ, ഓപ്ഷൻ സി മന്ത്രിയെ ഞാൻ ലോക്ക് ചെയ്യട്ടെ? ചെയ്തോളൂ. ഞാൻ ചെയ്തു. ഓപ്ഷൻ സി മന്ത്രിയെ. വിശ്വാസമുണ്ടോ ഉത്തരം ശരിയാണെന്ന്? ഗസ് ചെയ്തതാണല്ലേ? ചെറുതായിട്ട്. ടീം എ പറഞ്ഞ ഉത്തരം തെറ്റിപ്പോയി. ടീം എ ഉത്തരം പറഞ്ഞില്ല. സെയിം ക്വസ്റ്റ്യൻ ടീം ബിയോട്. ആഠ്യനായാലും ദരിദ്രനായാലും ദോഷയുക്തനായാലും ദോഷരഹിതനായാലും ഉത്തമമായ ആശ്രയമായിട്ടുള്ളത് അവനാണ്. ഉത്തമമായ ആശ്രയമായി സുഗ്രീവൻ കാണുന്നത് ആരെ? എ, സഹോദരനെ, ബി, സ്നേഹിതനെ, ഡി, പുത്രനെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പെട്ടെന്ന് പറ, നിങ്ങളെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്ഷൻ ബി സ്നേഹിതനെ. ഓപ്ഷൻ ബി സ്നേഹിതനെ ഞാൻ ലോക്ക് ചെയ്യട്ടെ? നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല, അങ്ങോട്ട് പറഞ്ഞത് തന്നെയാണ് അല്ലേ? ഓക്കെ, ഞാൻ ലോക്ക് ചെയ്തു. ഓപ്ഷൻ ബി സ്നേഹിതനെ. അതെന്താ സ്നേഹിതനെ എന്ന് പറയാൻ കാരണം? ഇയാൾക്ക് നല്ല ഫ്രണ്ട് ഉണ്ടോ? ശരിക്കും നല്ല ഫ്രണ്ട് ഉണ്ടോ? മേ ബി ഫ്രണ്ട്സ് കാണണമെന്നില്ല, എന്നാലും ഒരു ഫ്രണ്ടെങ്കിലും ഉണ്ടാവും അല്ലേ? ഇതൊക്കെ ഞാൻ തന്നെ അങ്ങോട്ട് പറയാണ്, നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോട് തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ബാലി ദുന്ദുബിയുടെ ശവശരീരം വലിച്ചെറിഞ്ഞപ്പോൾ അതിൽ നിന്ന് ചോരത്തുള്ളികൾ ആരുടെ ആശ്രമത്തിലാണ് പതിച്ചത്? എ, മാരീജന്റെ, ബി, മാതംഗ മഹർഷിയുടെ, സി, ഗൗതമന്റെ, ഡി, അത്രി മഹർഷിയുടെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി മാതംഗ മഹർഷിയുടെ. ബി മാതംഗ മഹർഷിയുടെ. ലോക്ക് ചെയ്യട്ടെ? ഇതും ഗസ് ചെയ്തതാണോ? ടൈം പോണു, ഞാൻ ലോക്ക് ചെയ്യാം. ബി മാതംഗ മഹർഷിയുടെ. അല്ലല്ലോ. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവി നീ പോക ബദര്യാശ്രമസ്ഥലേ. ശ്രീരാമൻ ഇങ്ങനെ അനുഗ്രഹിച്ചയക്കുന്നത് ആരെയാണ്? എ, ഭാമയെ, ബി, സ്വയം പ്രഭയെ, സി, താരയെ, ഡി, ശബരിയെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സ്വയം പ്രഭയെ. ബി, സ്വയം പ്രഭയെ നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണോ? ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ചെന്നു വീണു ദശയോജന പര്യന്തം. എന്താണ് ദശയോജന ദൂരത്ത് ചെന്നു വീണത്? എ, ദുന്ദുബിയുടെ തലയോട്ടി, ബി, രാമനയച്ച അമ്പ്, സി, ഹനുമാന്റെ ഗദ, ഡി, പർവ്വത ശിഖരം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഏതാ മോളോ, എന്താണ് ചെന്നു വീണത്? ഓപ്ഷൻ എ ദുന്ദുബിയുടെ തലയോട്ടി. ഓപ്ഷൻ എ ദുന്ദുബിയുടെ തലയോട്ടിയാണ് ചെന്നു വീണത്. ഉറപ്പാണ്?
ഓക്കെ, ലോക്ക് ചെയ്തിരിക്കുന്നു. ഓപ്ഷൻ എ ദുന്ദുബിയുടെ തലയോട്ടി. അതങ്ങ് ചുമ്മാ അങ്ങോട്ട് വീണതാണോ? പിന്നെ? ശ്രീരാമന്റെ കാലിന്റെ വിരലുകൊണ്ട് എടുത്തെറിഞ്ഞതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. എല്ലാ ഉത്തരം പറഞ്ഞു കഴിയുമ്പോഴും ഒരു ദീർഘശ്വാസം ഇങ്ങോട്ട് ഉള്ളിലേക്കാണ് വിടുന്നത്. ശ്രീകുമാർ സർ, ആ വരികൾ അറിയാമോ? ദുന്ദുഭി തന്റെ തലയത് കാൺകൊരു മന്ദരം പോലെ കിടക്കുന്നതു ഭവാൻ, ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ശക്തനു കൊന്നുകൂടും കപിവീരന നിർണയം എന്നതു കേട്ടു ചിരിച്ചു രഘൂത്തമൻ തന്നെ തൃക്കാൽ പെരുവിരൽ കൊണ്ടതു തന്നെ എടുത്തു മേൽപോട്ടെറിഞ്ഞിടിനാൻ ചെന്നു വീണു ദശയോജന പര്യന്തം. അടുത്ത ചോദ്യം ടീം എയോടാണ്. ചോദ്യം ഇതാണ്: എന്നെ പതിയോട് കൂടി അയക്കിലോ കന്യകാദാനഫലം നിനക്ക് വരും. ആരുടെ വാക്കുകൾ? എ സീതയുടെ, ബി താരയുടെ, സി രുമയുടെ, ഡി സ്വയംപ്രഭയുടെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി താരയുടെ. ബി താരയുടെ ലോക്ക് ചെയ്യട്ടെ. ബി താരയുടെ നമ്മൾ ലോക്ക് ചെയ്തു. പതിയുടെ കൂടെ എവിടെ അയക്കണം എന്നാണ് പറയണത്? നിത്യലോകത്തേക്ക്. നിത്യലോകത്തേക്ക്. എന്തായാലും നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ അതാണ്: ഹനുമാൻ വായുപുത്രനാണെന്ന് പറയുമ്പോഴും വാനര കുലത്തിൽ നിന്ന് ഹനുമാന്റെ പിതാവായി ഒരു വാനര ശ്രേഷ്ഠനെ കുറിച്ച് പറയുന്നുണ്ട്. അതാര്? എ ശതബലി, ബി കേസരി, സി സുഷേണൻ, ഡി ഗവാക്ഷൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി കേസരി. ബി കേസരി. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു. ബി കേസരി. എവിടെയാ വായിച്ചേ? കറക്റ്റ് ഓർമ്മയില്ല, എവിടെയോ വായിച്ചിട്ടുണ്ട്. ഹനുമാന്റെ അമ്മയുടെ പേര് അഞ്ജന. എവിടെയോ വായിച്ചിട്ടുണ്ട് അല്ലേ? കറക്റ്റ് എവിടെയാ വായിച്ചതെന്ന് എൻ്റെ ഓർമ്മ ശരിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാലും നമുക്ക് ആലോചിച്ച് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇനി ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. ഇന്നലത്തെ അതേ കൊച്ചു മിടുക്കികളും മിടുക്കന്മാരുമാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ആരംഭിക്കല്ലേ? ടീം എയുടെ കാവ്യം സ്ക്രീനിൽ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ താരാസുതനെന്നു തന്മാനസേ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില്ല ഞാനൊഴിഞ്ഞാരുമേ സൗമിത്രിയേക്കാൾ അതിപ്രിയൻ നീ തവ സാമർത്ഥ്യവും തിരുവുള്ളത്തിലുണ്ടടോ പ്രേമത്തിനേതും ഇളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. കിഷ്കിന്ധാകാണ്ഡത്തിലെ അംഗദാദികളുടെ സംശയം നീക്കുവാൻ ഹനുമാൻ ചൊല്ലുന്നതാണ് ഈ വാക്യങ്ങൾ. സീതാന്വേഷണാർത്ഥം ദക്ഷിണ ദിക്കിലേക്ക് പോകുന്ന ജാംബവാൻ, ഹനുമാൻ, അംഗദൻ തുടങ്ങിയ മറ്റു കപിവീരന്മാർ രാമകാര്യം സാധ്യമാകാതെ ചെൽകിൽ ശത്രു തനയനായ തന്നുടെ ജീവൻ ഭ്രാതാവ് തന്നുടെ ഭാര്യയെ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന ദുരാത്മാവും പാപിയുമായ സുഗ്രീവൻ രക്ഷിക്കുകയില്ലെന്നും ആകയാൽ തിരിച്ചു പോകാനാകുകയില്ലെന്നും പറയുമ്പോൾ മിത്രഭാവത്തിൽ മറ്റു കവികൾ എങ്കിൽ സ്വർഗതുല്യമായ ഗുഹയ്ക്കകം പുക്ക് സുഖിച്ച് നമുക്ക് വസിക്കാമെന്നും പറയുന്നു. പക്ഷേ ഹനുമാൻ ഈ വിചാരം യോഗ്യമല്ലെന്നും രാഘവാസ്ത്രങ്ങൾക്ക് അഭേദ്യമായ ഒന്നും തന്നെ ഇല്ലെന്നും ശ്രീരാമൻ പരമാത്മാ ജഗത്മയൻ മഹാവിഷ്ണുവും സീതാദേവി ലക്ഷ്മിയും ലക്ഷ്മണൻ ഫണീശ്വരൻ ആദിശേഷനുമാണ്. അംഗദന്റെ സാമർത്ഥ്യം മനസ്സിലാക്കുന്ന ഹനുമാൻ ശ്രീരാമൻ അനുജനേക്കാൾ ഏറെ പ്രിയം അംഗദനോടാണെന്നും സ്വർണത്തിന് നിറം മങ്ങാതെ എപ്രകാരം ശോഭിക്കുന്നുവോ അപ്രകാരം അംഗദനോടുള്ള ശ്രീരാമന്റെ
സ്നേഹം ഒരിക്കലും നിറം മങ്ങാതെ ശോഭിക്കുമെന്നും പറയുന്നു. ഈശ്വരൻ മറ്റുള്ളവർക്ക് വാത്സല്യം പകരാനും കരുതലും സ്നേഹവും ചൊരിയാനും പ്രാപ്തനാണ്. ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ. ഇന്നലത്തെ അതേ ഒരു പ്രശ്നങ്ങൾ ഈ പറച്ചിലുണ്ടായിരുന്നു. ചൊല്ലൽ നന്നായിരുന്നു. ആദ്യം ഒരു ഗുരുവിനെ നമ്മൾ വിചാരിച്ച് നമുക്ക് നമ്മുടെ സരസ്വതി ദേവി നാവിൽ വിളയാടട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ആ സമയത്ത് എന്താണ് കൃത്യമായി ശോഭിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം വിജയമാണ്. ഏതായാലും നല്ല കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പറഞ്ഞു. ഒള്ളി തിങ് നമുക്ക് ഇടയ്ക്കുള്ളൊരു സംശയം ഇങ്ങനെ തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ. വെരി ഗുഡ്. കട്ടിയുള്ള വാക്കുകൾ കടിക്കാനും ബുദ്ധിമുട്ടാണ്. കാഷ്വലി പറഞ്ഞാൽ മതിയല്ലോ. നന്നായിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ഈ പലപ്പോഴും കടുകട്ടിയുള്ള വാക്കുകൾ മോളുടെ ആത്മാവിൽ നിന്ന് വരില്ല, ബൈ ഹാർട്ടിനേക്കാൾ ഒരു ബൈ സോളിൽ നിന്ന് വരില്ല. അപ്പോൾ അത് മനസ്സിലാക്കി കൂടി എന്നാൽ നല്ല വാക്കുകൾ ഉപയോഗിച്ച് തന്നെ തീർച്ചയായും ചെയ്യണം. ഓക്കെ, ശരി, നമുക്ക് മാർക്സിലോട്ട് കിടക്കാം അല്ലേ ശ്രീകുമാർ സർ? മോൻ്റെ ചൊല്ലലിനെ കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ 7 മാർക്ക് തരാം. നിങ്ങളുടെ ടീമിന് 6 മാർക്ക്. ഇദ്ദേഹത്തിൻ്റെ ചൊല്ലലിനും അത്രയും പഠിക്കാനെടുത്ത എഫേർട്ടിനും രണ്ടും കൂടെ കൂട്ടി 7. ടീം എ നേടിയിരിക്കുന്നത് 20 മാർക്ക്. അടുത്തത് ടീം ബിയുടെ കാവ്യമാണ്. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞിതു. നിത്യ കുടുംബ ഭരണൈക സക്തനായി വിത്തം അന്യായമായാർജിച്ചിതന്വഹം. വിഷ്ണു സ്മരണവും ചെയ്തു കൊണ്ടില്ല ഞാൻ. കൃഷ്ണ കൃഷ്ണേതി ജപിച്ചിലൊരിക്കലും. വിഷ്ണു സ്മരണവും ചെയ്തു കൊണ്ടില്ല ഞാൻ. കൃഷ്ണ കൃഷ്ണേതി ജപിച്ചിലൊരിക്കലും. തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോഴിവിടെ കിടന്നു ഞാനിങ്ങനെ. സീതാന്വേഷണാർത്ഥം നാനാഭാഗങ്ങളിലേക്ക് പോയ വാനരന്മാർ സീതയെ ഒരിടത്തും കാണാതെ ദുഃഖിച്ച് ദർഭ വിരിച്ച് സ്വയം മരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സമ്പാദിയെ കണ്ടുമുട്ടുന്നതാണ് സന്ദർഭം. താനും സഹോദരനും മത്സരിച്ച് പറന്നുയർന്നപ്പോൾ ചിറകുകരിഞ്ഞ് വിന്ധ്യാചലത്തിൽ വീണതും നിശാകരമുനിയെ കണ്ടുമുട്ടുന്നതുമായ കാര്യങ്ങൾ സമ്പാദി വാനരന്മാരോട് പറയുന്നു. പക്ഷികൾക്ക് പക്ഷമാണല്ലോ ആശ്രയം, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും എന്ന സമ്പാദിയുടെ ചോദ്യത്തിന് നിശാകരമുനി ഇങ്ങനെ പറഞ്ഞു. ശരീരം ദുഃഖ കാരണമാണ്. കർമ്മഫലമായാണ് ശരീരമുണ്ടാകുന്നത്. അവിദ്യയാണ് അഹങ്കാര കാരണം. ചുട്ടുപഴുത്ത ഇരുമ്പിൽ അഗ്നിയുള്ളതുപോലെ ആത്മാവും ശരീരവും താതാത്മ്യം പ്രാപിക്കുകയാണ്. ഈ ശരീരം തന്നെയാണ് താൻ എന്ന് കരുതി കർമ്മഫലങ്ങളിൽ ഏർപ്പെടുന്നു. അങ്ങനെ ജീവിത സുഖങ്ങളിൽ മുഴുകി കാലം കഴിക്കുന്നു. പുണ്യപാപങ്ങളുടെ ഫലമായി ഈ ജനന മരണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. തുടർന്ന് പറയുന്ന കാര്യങ്ങൾ അത്യന്തം ശാസ്ത്രീയവും അത്യത്ഭുതം തോന്നിക്കുന്നതുമാണ്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ വിവിധ ശാസ്ത്രങ്ങളുടെ ആഴത്തിലേക്ക് ചിന്തിച്ചിരുന്നു എന്നതിന് തെളിവാണ് ഈ ഭാഗങ്ങൾ. മാതൃഗർഭത്തിൽ രേതസ്സായി ചെന്ന് ഗർഭപിണ്ഡമായി മാറുന്നു. ഇങ്ങനെ എത്ര യോനികളിൽ ജനിച്ച് കർമ്മഫലങ്ങൾ അനുഭവിച്ചു. കുടുംബത്തിനു വേണ്ടി ധനം എത്ര സമ്പാദിച്ചു. പക്ഷേ അതിനിടയിലൊന്നും വിഷ്ണു സ്മരണ തീരെ ചെയ്തില്ല. അതിൻ്റെ ഫലമായാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. ഇനി ഞാൻ ദുഷ്കർമ്മങ്ങളിൽ ഒന്നും ഏർപ്പെടില്ല, സത്കർമ്മങ്ങൾ മാത്രമേ ചെയ്യൂ. ഇങ്ങനെ ഭഗവത് സ്തുതി ചെയ്ത് 10 മാസത്തിന് ശേഷം ഭൂമിയിലേക്ക് ജനിക്കുന്നു. വീണ്ടും ഇതുതന്നെ തുടരുന്നു. അതുകൊണ്ട് ശരീരത്തിൽ മമതയില്ലാതെ മോഹമില്ലാതെ പരമാത്മാവായി ജീവിക്കുക. ഇങ്ങനെ നിശാകരമുനി സമ്പാദിയെ ഉപദേശിച്ചു. നന്നായി ചൊല്ലലും പ്രത്യേകിച്ച് ആ പിരിച്ചു പറഞ്ഞത് വിത്തം അന്യായമായാർജിച്ചിത് അന്വഹം എന്ന് പിരിച്ചു പറഞ്ഞത് വളരെ ഭംഗിയായി. വിഷ്ണു സ്മരണവും ചെയ്തു കൊണ്ടില്ല ഞാൻ. കൃഷ്ണ കൃഷ്ണേതി ജപിച്ചിലൊരിക്കലും. വളരെ നന്നായിരുന്നു. എക്സ്പ്ലെയിൻ ചെയ്തത് ഗർഭോപനിഷത്തിലെ 6 വരിയാണ്.
രേതസ്സായിട്ട് ഗർഭപാത്രത്തിൽ പോയിട്ട് അത് ഗർഭോപനിഷത്തിലുണ്ട്. നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തു. നന്നായിട്ട്, വെരി 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 ഗുഡ്. ശരി. അധികമായ അമൃതം ഭക്ഷണം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരണ്ട. ഉഗ്രനായി ചൊല്ലി നന്നായി പറഞ്ഞു. പക്ഷേ കണ്ടന്റ് ആണെങ്കിൽ പോലും ഓവർ ആവണ്ട എന്ന കാര്യം ഓർത്തു വെക്കണം. മാർക്സിലോട്ട് പോവാം അല്ലേ ശ്രീകുമാർ സർ? 6 out of 10. ഞാനും 6 തന്നെ തരാം. 6 മാർക്ക്. 7 മാർക്ക്. ടീം ബി നേടിയിരിക്കുന്നത് ആകെ 19 മാർക്കാണ്.
നിങ്ങൾ എന്താ അവിടെ ചെയ്തതെന്നൊന്ന് വിശദീകരിക്കാമോ? സീതാദേവിയെ വാനരന്മാർ കുറേ സ്ഥലങ്ങളിൽ അന്വേഷിച്ചെങ്കിലും പക്ഷെ കിട്ടിയില്ല. അങ്ങനെ സുഗ്രീവന്റെ കോപത്താൽ മരിക്കുന്നതിനേക്കാളും നല്ലത് പട്ടിണി കിടന്ന് മരിക്കുന്നതെന്ന് അവർക്ക് തോന്നി. ഈ സമയത്താണ് സമ്പാദി അങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ ചിറകൊടിഞ്ഞ സമ്പാദിക്ക് കുറേ കാലത്തേക്കുള്ള ഭക്ഷണം ആയാലോ വെച്ച് സന്തോഷിച്ച് ഒക്കെ വന്നതാണ്. അപ്പം വാനരന്മാർ ആലോചിക്കുകയാണ്, ജടായു എത്ര ഭാഗ്യവാനാണ്, ശ്രീരാമൻ്റെ മോക്ഷമെങ്കിലും ലഭിച്ചല്ലോ, ഞങ്ങൾക്കാണെങ്കിൽ ശ്രീരാമൻ്റെ ആഗ്രഹം പോലും സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, എന്തൊരു കഷ്ടമാണ് ഞങ്ങളുടെ അവസ്ഥ. അങ്ങനെ ജടായുവിൻ്റെ പേര് കേട്ട സമ്പാദിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരൊക്കെയാണ്, എങ്ങനെയാണ് ജടായുവിനെ അറിയാമെന്ന് ചോദിച്ചു. അങ്ങനെ ജടായുവിൻ്റെ കഥയൊക്കെ ഇവർ പറഞ്ഞു കൊടുക്കുമ്പം സമ്പാദി പറയാണ്, ജടായു തൻ്റെ സഹോദരനാണെന്നും താൻ മലമുകളിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയും. ലങ്കാപുരിയിലെ അശോകവനത്തിൽ സീത ദുഃഖിച്ചിരിക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ധൈര്യമായിട്ട് അവിടേക്ക് ചെന്നോളാൻ വാനരന്മാരോട് പറയുകയാണ്. അവിടെയുണ്ട് സീതാദേവി, ധൈര്യമായി നിങ്ങൾ ചെന്നോളൂ എന്ന് പറയുന്നു. നല്ല കോമ്പിനേഷൻ ആയിരുന്നു. നല്ല ചുവടുകൾ കൊണ്ടുള്ള നിങ്ങളുടെ ആ ഒരു കോർഡിനേഷൻ ഗംഭീരമായിരുന്നു. നിങ്ങളുടെ അഭിനയവും ഗംഭീരമായിരുന്നു. ഓരോ ക്യാരക്ടേഴ്സായിട്ട് വന്ന് നിങ്ങൾ അഭിനയിച്ചതും ഒക്കെ ഗംഭീരമായിരുന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളുടെ മുദ്ര കൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും പ്രായോപവേശം ചെയ്യുന്ന കാര്യവും അവസാനം സമ്പാദ്യ വരുന്നതും ആ കാണിക്കുന്ന സമ്പാദ്യ ആയിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷനും ഒക്കെ തന്നെ. സമ്പാദ്യ പറയുന്നത് എനിക്ക് ദൂരെ കാണാം, പിന്നെ സീത എവിടെയാണ് ഇരിക്കുന്നത്, അശോകവനിയിൽ ഇരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. സാധാരണക്കാരന് പോലും അത് മനസ്സിലാകുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളതാണ് നല്ലൊരു കാര്യമാണത്. ഓൾ ദ ബെസ്റ്റ്. ഒരു സബ്ജക്റ്റിലെങ്കിലും നിങ്ങളുടെ സ്കൂൾ കോളേജ് സബ്ജക്റ്റ് അല്ലാതെ എക്സ്പെർട്ട് ആവണം. ആ പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പഠിത്തം നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുക. നിങ്ങളിതിൻ്റെ മൂർത്തിമത് ഭാവമാകണം. എംബോഡിമെൻ്റ് ഓഫ് ഡാൻസ്, അതിൻ്റെ അവസാന പോയിന്റ് വരെ എത്താൻ സാധിക്കണം. വളരെ നന്നായി, അസ്സലാം, വെരി ഗുഡ്. നന്നായിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പ്രത്യേകിച്ച് ചിലങ്കുകളുടെ ആ ഒരു സിങ്ക്രണൈസ് വേ ഒക്കെ അതൊരു പ്രൊഫഷണൽ ഫീലിംഗ് ആയിരുന്നു നൽകി. നല്ല ഡ്രസ്സ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഗുഡ് പെർഫോമൻസ്. നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. ശ്രീകുമാർ സർ. 17 out of 20. ഞാൻ 16 തരും. 17 out of 20. ഈ രാമായണ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ എലിമിനേഷൻ റൗണ്ടാണ്. ആരൊക്കെ പുറത്തു പോകും, ആരൊക്കെ അടുത്ത റൗണ്ടിലേക്ക് വരുമെന്ന് നമുക്ക് നാളെ കണ്ടറിയാം. അതുവരേക്കും വിടാം. Costume courtesy for Nitya Das, Ethnic Weaves. Accessories for Nitya Das, Alfonsa.